ഫസ്റ്റ് വണ്ടി ഒരു മാരുതി 800 വാങ്ങാം. 2006 മോഡൽ മാരുതി 800 MBFI AC വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2010 മോഡൽ വാൻഡർ LXI വണ്ടി, 80,000 കിലോമീറ്റർ കൂടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2010 മോഡൽ വാൻഡർ LXI. 2017 മോഡൽ ഓൾട്ടോ LXI വണ്ടി, വെറും 31,000 കിലോമീറ്റർ. 2014 മോഡൽ ഇയോൺ എറ പ്ലസ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. 2014 മോഡൽ ഇയോൺ എറ പ്ലസ് വണ്ടി, വെറും 60,000 കിലോമീറ്റർ. അടുത്തതാണ് ഒരു കിഡ് 2017 മോഡൽ RXI വേരിയൻറ്റ്. 2017 മോഡൽ കിഡ് RXI, സിംഗിൾ ഓണർഷിപ്പ്, വെറും 35,000 കിലോമീറ്റർ. അടുത്താണ് വീണ്ടും ഒരു മാരുതി 800 2007 മോഡൽ. നമ്മൾ നേരത്തെ 2006 കണ്ട്, ഇത് 2007 മോഡൽ മാരുതി 800 AC വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് വന്നേക്കുന്നത്. അതായത് കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ഇൻഡസിൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. നമ്മളിവിടെ ഇപ്പോൾ ഒരു 3 ആഴ്ച മുമ്പാണ്ട് ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ. അപ്പം വില കുറഞ്ഞത് മോഡലായിട്ടുള്ള കുറേ വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. വില ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല, പക്ഷേ വില കുറഞ്ഞ വണ്ടികൾ എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇയോണും ഓൾട്ടോ എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം പിന്നെ റിറ്റ്സ് അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആ ടൈപ്പ് വണ്ടികളൊക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാനുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമസ്കാരം ഡിക്സൺ ബ്രോ. ഹായ്. അപ്പോൾ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നോമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലടേ? നോമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്തവണ കുറേ ചെറിയ വണ്ടികൾ വന്നിട്ടുണ്ടല്ലോ. എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വണ്ടി. വലിയ വണ്ടി ഇത്തവണ വേണോ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുപാട് വലിയ വണ്ടി പെരുന്നാൾ കഴിഞ്ഞിട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്ക് വണ്ടി വേണ്ടേ? അവർക്ക് അങ്ങനെ പിന്നെ ഇഷ്ടം പോലെ. അതുപോലെ വെക്കേഷൻ വരിക, ടൂർ പോകണം, അടിച്ച് പൊളിക്കണം, ഒരുപാട് പരിപാടി ഉണ്ട് ഇങ്ങോട്ട് മൊത്തം. ചെറിയ വണ്ടികൾ എന്ന് പറയുമ്പോഴേ എത്ര രൂപയുള്ള വണ്ടികളായിരിക്കും? നമുക്കൊരു 50 രൂപ 60 രൂപ 600 വണ്ടി സ്റ്റാർട്ടിങ് കിടക്കണം. 50 രൂപ ഉണ്ട്. 50-60 രൂപ സ്റ്റാർട്ടിങ്. വീഡിയോ തുടങ്ങുമ്പോൾ 5-10 കയറ്റി പറയരുത്. 50 രൂപയാണ്. 50 രൂപ 55 രൂപ 60 അറേഞ്ചോട് വരും. ഓക്കെ. അപ്പം വണ്ടികൾ ഒരുവിധം നല്ല വണ്ടികളായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങിയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ടി ഒരു മാരുതി 800 വാങ്ങാം. 2006 മോഡൽ മാരുതി 800 MBFI AC വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ തന്നെ ഒരു 1 lakh കിലോമീറ്റർ തന്നെ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തൊന്നുമില്ല. അത്യാവശ്യം സീറ്റ് കവറും ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. AC വർക്ക് ചെയ്യോ? AC വർക്കിംഗ് ആണ്. MBFI AC വണ്ടിയാണ്. 2006 മോഡൽ. കൂളിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പോലെ ഉണ്ടാ? ഇല്ല, അത്യാവശ്യം കൂളിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് കുഴപ്പമില്ല. ഈ വണ്ടിക്ക് അകമൊക്കെ കാണാൻ നല്ല നീറ്റായിട്ട് സീറ്റ് കവറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ധരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. ഡോറൊക്കെ നോക്കിയാലും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. 2006 മോഡലളിയാ. പക്ഷെ തുരുമ്പൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയോ? അങ്ങനെയൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഫ്ലോറിൽ ഉണ്ടോയെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഫ്ലോർ നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടേക്ക്, പക്ഷേ മോശമായിട്ടൊന്നും കാണുന്നില്ല. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതെ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 55 രൂപ കൊടുക്കാം. 55 രൂപ കൊടുക്കാം. ഈ 55-ൽ എന്തെങ്കിലും കുറയോ? എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരും. റീപ്ലേസ് ആയിട്ട് ഇത്രയും വർഷം റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും വണ്ടിക്കകത്തൊന്നുമില്ല. അല്ല, ഇത്രയും വർഷമായില്ലേ? ഇല്ല, വണ്ടി നോക്കിയോ? വണ്ടി നോക്കി നിങ്ങളൊരു മെക്കാനിക്കായിട്ട് വണ്ടി നോക്കി ചെക്ക് ചെയ്ത ശേഷം വണ്ടി എടുത്താൽ മതി. അപ്പോൾ റീപ്ലേസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. കുറച്ച് ഓരോ പരിപാടികൾ വന്നിട്ടുണ്ട്. ഇത്രയും വർഷം എന്തായാലും കാണും. അടുത്താണ് വീണ്ടും ഒരു മാരുതി 800 2007 മോഡൽ. നമ്മൾ നേരത്തെ 2006 കണ്ട്, ഇത് 2007 മോഡൽ മാരുതി 800 AC വണ്ടി. എന്ത് ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ഇത്ര നാളായിട്ടാ? ഇത്രയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. അതെ, ടയറൊക്കെ ഉണ്ട്. ഇത് AC ആണ്? MBFI AC വണ്ടി. AC ആണ്. 2007 വണ്ടി. 27 ലാസ്റ്റ് വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേണമെങ്കിൽ അതിൻ്റെയും കൂടെ നമുക്ക് അണ്ടർബോഡി കാണിച്ചു കൊടുക്കും. ജസ്റ്റ് കാണിച്ചു ഉണ്ട്. ഇവിടെ കാണാനുണ്ട്. കാണിച്ചു കൊടുക്കും. അതിൻ്റെയും അണ്ടർബോഡി നോക്കുകയാണെങ്കിൽ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുകൊണ്ട് ആ രീതിയിൽ വണ്ടി കൊള്ളാം കേട്ടോ. നല്ല, അതായത് തുരുമ്പില്ല എന്നുള്ളത് ഇത്രയും വർഷമായ ഒരു വണ്ടിക്ക് അതൊരു പ്രധാന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇതിൻ്റെ കിലോമീറ്ററൊക്കെ ജെന്യൂൻ ആയിരിക്കുമോ? കിലോമീറ്ററൊക്കെ എങ്ങനെ ഒരു 10-80 ലക്ഷം രൂപ 1 ലക്ഷം കിലോമീറ്റർ അടിച്ച് വണ്ടി എന്തായാലും ഓടിയിട്ടുണ്ടായിരിക്കും. എന്തായാലും 2007 മോഡൽ എന്തായാലും 7 ലക്ഷം കിലോമീറ്ററിലാണ് വണ്ടി ഓടിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ വരും. തീർച്ചയായിട്ടും. ഒന്ന് കഴിഞ്ഞാൽ തിരിയത്തില്ല. 1 ലക്ഷം കിലോമീറ്റർ എന്തായാലും മേളിൽ എന്തായാലും വണ്ടി ഓടിയിട്ടുണ്ടാവും 100%. പക്ഷേ ഇതിൻ്റെ ഡോറൊക്കെ അടയ്ക്കുമ്പോഴേ ആ ഒരു സുഖം ഉണ്ട്. കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 75 രൂപ കൊടുക്കാം. 75 രൂപ വണ്ടി നമുക്ക് കൊടുക്കാം. കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണോ അവിടെ? ഇത് നല്ല വണ്ടി. ഇതിന് ആസ്കിംഗ് പ്രൈസാണ്. ഇതിൽ നമുക്കൊന്ന് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും.
അതായത് ഒരു 65 രൂപയ്ക്കൊക്കെ വണ്ടി ഒന്ന് കാണ്, റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അടുത്ത 2004 മോഡൽ ഓൾട്ടോ LX വണ്ടി. 2004 മോഡൽ വണ്ടി. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് നമുക്കൊരു 80-90 കിലോമീറ്റർ വെച്ച് വണ്ടി ഓടിയിട്ടുണ്ട്. എന്തായാലും ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്ററാണ്. വണ്ടിക്കകം നോക്കിയാലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. വേറെ വലിയ പാകപ്പുഴകൾ കാണുന്നില്ല. 2027 ടാക്സും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. 26 ടെസ്റ്റ് വരത്തുള്ളൂ വണ്ടിക്ക്. അല്ലാതെ വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. 2004 മോഡൽ ഓൾട്ടോ LX വണ്ടി. വണ്ടി ഓരോ കാണാൻ വലിയ തെറ്റുകുറ്റങ്ങൾ കാണുന്നില്ല. പക്ഷേ ഇച്ചിരി പണിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ഇവിടെയൊക്കെ. റീപെയിൻറ്റ് 2004 റീപെയിൻറ്റ് ഇല്ലാതിരിക്കുമോ? റീപെയിൻ്റൊക്കെ എന്തായാലും കാണാം വണ്ടിക്കകത്ത്. ടെസ്റ്റ് കഴിഞ്ഞോണ്ട് റീപെയിൻ്റൊക്കെ എന്തായാലും വണ്ടിക്കകത്ത് വരും. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 55 രൂപ കൊടുക്കാം. 55,000 രൂപ കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് അല്ല, നമുക്ക് അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറൊക്കെ ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും മേജർ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ്? ബമ്പർ അങ്ങനെയുള്ള ബോണറ്റ് മാറില്ല, ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. അടുത്ത 2011 മോഡൽ ഓൾട്ടോ LXi സിംഗിൾ ഓണർ വണ്ടി. വെറും 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നല്ല ടയേഴ്സ് ഉണ്ട്. ഈ 70,000 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നേ സംശയം കൊണ്ട് ചോദിക്കുകയാണേ. ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു ഷോർട്സിലൊരു ഇത് കണ്ടേ, 1,30,000 കിലോമീറ്റർ ഉള്ള വണ്ടിയൊക്കെ തിരിമറി ചെയ്തിട്ടേ ഏകദേശം ഒരു 75-80 എന്ന് പറഞ്ഞാണ് ഈ കച്ചവടക്കാർ കൊടുക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി തെളിവൊക്കെ കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ വല്ല നിങ്ങളുടെ പരിപാടി വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മൾ ഈ വണ്ടി എടുക്കാൻ നമ്മളതിൻ്റെ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഹിസ്റ്ററിയും കറക്റ്റ് ജെന്യൂൻ കിലോമീറ്റർ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ വണ്ടിയും നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് വണ്ടി വരുന്നുണ്ട്, നമുക്ക് എല്ലാത്തിനും തലവെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കമ്പനി ഹിസ്റ്ററി പിന്നെ നമ്മുടെ വണ്ടി ഓടിയോ ഇല്ലയോ നോക്കുമ്പം അതിനുശേഷം മെക്കാനിക്ക് വേൾട്ടസും പോയി ചെക്ക് ചെയ്ത് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പനി ഹിസ്റ്ററിയും അതിൻ്റെ എല്ലാം ജെന്യൂനിറ്റി പക്കയാണെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി എടുക്കത്തുള്ളൂ. ആ കാര്യം നിങ്ങൾക്ക് നമ്മൾ 100% വെച്ച് നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റും. കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ പക്ക. ഓക്കെ, എത്ര ഇത് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,40 കൊടുക്കാം. 2011 മോഡൽ LXi 1,40. 1,40 ലാസ്റ്റാ? അല്ല, ലാസ്റ്റ് അല്ല. ഞാനീ പറഞ്ഞ റേറ്റ് ഒന്നും ലാസ്റ്റ് അല്ല, എല്ലാം നമ്മൾ ആസ്കിങ് റേറ്റാണ്. ഈ പറഞ്ഞ റേറ്റ് എല്ലാത്തിനും നെഗോഷിയേഷൻ ഉണ്ടായിരിക്കും. അടുത്താണ് വീണ്ടും ഒരു ഓൾട്ടോ LXi വണ്ടി. ബ്ലാക്ക് കളർ. നമ്മൾ സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് കളർ. 2012 മോഡൽ ഓൾട്ടോ LXi വണ്ടി. ഓട്ടം എന്തോടി? കറക്റ്റ് കിലോമീറ്റർ 1,11,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. 1,10,000. ടയേഴ്സൊക്കെ ഒരുവിധ ആവറേജ് ടയർ കിടപ്പുണ്ട്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് വണ്ടിക്ക് ഒന്നുമില്ല വണ്ടിക്ക്. ഇല്ല. 2012 മോഡൽ ഓൾട്ടോ LXi തേർഡ് ഓണർഷിപ്പ് ആയ വണ്ടി കേട്ടോ. തേർഡ് ഓണർ. 2012 ഒക്കെ ആയിട്ടും ഒരു മിസ്റ്റേക്കും ഇല്ല വണ്ടിക്ക്. വണ്ടി നോക്കിയോ, നന്നായിട്ട് ചെക്ക് ചെയ്തു, അടിമുടി ചെക്ക് ചെയ്തു. അല്ല, സീറ്റ് കവേഴ്സ് ആ രീതിയിലൊക്കെ കൊള്ളാം. വണ്ടിയുടെ പെയിന്റ് ഇത് റീപെയിന്റ് കയറിയിട്ടുണ്ട്. റീപെയിന്റ് ഇഷ്ടം പോലെ കാണും, തീർച്ചയായിട്ടും. റീപെയിന്റ് ഇല്ല, 2012 റീപെയിന്റ് എന്തായാലും ഓടത്തില്ല. ബമ്പർ കോർണറും പെയിന്റിങ് എന്തായാലും പെയിന്റിങ് വർക്ക് എന്തായാലും വണ്ടിക്കകത്ത് കാണും. ഡോറൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇല്ല മാറ്റില്ല, നാളെ അതിൻ്റെ ഇല്ല, അവിടെ ഒന്നും അങ്ങനെയൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്കൊരു 1,30 കൊടുക്കാം. 1,30 നമ്മുടെ ആസ്കിങ് റേറ്റ്. 2012 മോഡൽ ഓൾട്ടോ LXi തേർഡ് ഓണർഷിപ്പ് വണ്ടി. നമുക്കൊരു 1,30 ചോദിക്കുന്നത്. 1,30 കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ കുറയും. ഓക്കെ, വെയിലത്തിടാൻ സൗണ്ട് ആയെന്ന് തോന്നുന്നു. അതയച്ച് ഗ്രീസ് ഇട്ട് കൊടുത്താൽ ശരിയാണ്. എത്ര ചോദിക്കുന്നത്? 1,30,000. അത് ഞാൻ മറന്നുപോയി. 2010 മോഡൽ വാൻഡർ LXi വണ്ടി. 80,000 കിലോമീറ്റർ കൂടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2010 മോഡൽ വാൻഡർ LXi. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. മേജർ എന്നല്ല, മൈനർ ആക്സിഡൻറ്റുള്ള വണ്ടിക്കകത്തൊന്നുമില്ല. 10 മോഡൽ വാൻഡർ LXi സെക്കൻഡ് ഓണർഷിപ്പ്. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 80,000 കിലോമീറ്റർ കൊണ്ട് പോയിട്ടുണ്ട്. 80,000 ജെന്യൂൻ കിലോമീറ്റർ. വണ്ടിക്ക് അകമൊക്കെ കാണാൻ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. വണ്ടി വന്ന മോഡലിൽ തന്നെ കിടക്കാണ്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1,45 നമുക്ക് കൊടുക്കാം. 2010 മോഡൽ വാൻഡർ LXi 10 മോഡൽ 11 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പം ഇത് 1,45 1,70,000. ലോൺ കിട്ടുമോ? പിന്നെ എന്ത് സ്പോട്ട് ലോൺ കിട്ടും. എത്ര രൂപ വരെ കിട്ടും? നമുക്ക് ഇതിനൊരു 1 രൂപയ്ക്ക് മുകളിൽ വണ്ടി ലോൺ കിട്ടും. 1,45 രൂപ. അപ്പോൾ 75 രൂപ ഇറക്കാം വണ്ടി. 2010 വർഷം വരെ മാക്സിമം ഒരു 1.5 വർഷം അത്ര കിട്ടും. അടവ് കിട്ടുമ്പോഴത്തേക്ക് അടവ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്ത് അടവും വരും. നല്ല അടവ് വരും. അടുത്ത 2012 മോഡൽ ഇയോൺ ഡിലൈറ്റ്, അതായത് ബേസ് മോഡൽ. 2012 മോഡൽ ഇടാം. ഡിലൈറ്റ് ആണ്? ഡിലൈറ്റ് പ്ലസ് ആണ്? ഡിലൈറ്റ് പ്ലസ്.
വെറും 57,900 കിലോമീറ്റർ. ചാവി നോക്കി നീ വെളിയിറങ്ങടേ. 58,000 കിലോമീറ്റർ. 2012 മുകളിൽ ഇയോൺ ഡിലൈറ്റ് വെറും 58,000 കിലോമീറ്റർ. ബേസ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻറ്റ് ഡിലൈറ്റ് പ്ലസ് വണ്ടി. പക്ഷെ വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. ഇതിൻ്റെ ഡോറ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു ഡോർ കണ്ടീഷനാണ്. ടയർ പതുക്കെടാ, അത് പൊളിച്ച് കളയാന്നല്ല ഞാൻ പറഞ്ഞത്. ബാക്ക് ടയർ ആവറേജ് ടയറാണ്. എൻ്റെ തള്ളിട്ട് അത് തന്നെ കരഞ്ഞു. അത് തന്നെ നിൻ്റെ ഏറ് കാരണം. എത്രയാ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.5 കൊടുക്കാം. 1.5. 1,50,000 രൂപ. 2012 നമുക്ക് 1.5 നമുക്ക് കൊടുക്കാം. അതെ, അപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു വരാൻ നല്ലപോലെ കുറയും. നമുക്ക് വേണേൽ ഒരു 1.25-1.30 വണ്ടിക്ക് ലോൺ കൊടുക്കാൻ പറ്റും. 12 നമുക്കൊരു 3 കൊല്ലം വരെ വണ്ടിക്ക് ലോണും കിട്ടും നമുക്ക്. അടുത്താണ് വീണ്ടും ഒരു ഓൾട്ടോ LX 2009 മോഡൽ. ഓൾട്ടോ LX വണ്ടി AC പവർ സ്റ്റിയറിംഗ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2009 മോഡൽ ഓൾട്ടോ LX. നല്ല ടയേഴ്സ്, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ബോഡി വെയ്സ് നോക്കിയാലും വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. ബാക്ക് ടയർ നോക്കിയാലും ഒരു ആവറേജ് ടയറുണ്ട്. എത്ര അത് ഓടി ഒന്നാ? ഇല്ല, 70,000 കിലോമീറ്റർ കൊണ്ട് കിട്ടുള്ളൂ. 70,000. ഇതിൻ്റെ സീറ്റ് സിംഗിൾ ഓണർഷിപ്പ് 2009 മോഡൽ ഓൾട്ടോ LX സിംഗിൾ ഓണർഷിപ്പ് വെറും 70,000 കിലോമീറ്റർ. വണ്ടിക്ക് അകം കാണാനൊക്കെ വൃത്തിയുണ്ട്. അതായത് 2029 വരെ വണ്ടിക്ക് പേപ്പറുണ്ട്. ഓക്കെ, അതായത് 5 വർഷം ഇവിടെ നിന്ന് അങ്ങോട്ട് 5 വർഷത്തേക്ക് വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. 2000 ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വണ്ടിക്കില്ല. ഈ ടച്ച് ആൻഡ് പോളിഷ് ഉള്ള പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കത്തില്ലേ? കേട്ടില്ല. ഈ ടച്ച് ആൻഡ് പോളിഷ് അതൊക്കെ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുമ്പോൾ ചെയ്ത് കൊടുക്കും, കുഴപ്പമൊന്നും. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1.25 കൊടുക്കാം. നമുക്ക് 1.25 കൊടുക്കാം. അടുത്താണ് വീണ്ടും ഒരു ഓൾട്ടോ LX 2009. നമ്മൾ നേരത്തെ ഒരു സിൽവർ ഉണ്ടായിരുന്നു, ഇതൊരു ബ്ലൂ കളർ. 2009 മോഡൽ ഓൾട്ടോ LX. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് 2009 മോഡൽ ഓൾട്ടോ LX AC പവർ സ്റ്റിയറിംഗ് വണ്ടി. 2029 വരെ പേപ്പറും ഉണ്ട് വണ്ടി. AC ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യുമോ? എല്ലാം ഉണ്ട് വണ്ടി. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. നല്ല സീറ്റ് കവറൊക്കെ കിടപ്പാണ്, വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ടയേഴ്സ് അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. വേറെ വലിയ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം റീപെയിനുള്ള പെയിൻ്റ് എല്ലാം ചെയ്ത് വണ്ടി നീറ്റാക്കി ഇട്ടിരിക്കുക. 29 വരെ വണ്ടി ഒന്നും ചെയ്യേണ്ട. ചോദ്യം എത്ര? ഇത് നമുക്കൊരു 1.25. നമ്മൾ സെയിം റേറ്റ് 1.25 ഇത് നമുക്ക് കൊടുക്കാം. 1.25. 2009 രണ്ട് വണ്ടി കിടപ്പുണ്ട്. ഒരു സിൽവറും കിടപ്പുണ്ട്, ഒരു ബ്ലൂവും കിടപ്പുണ്ട്. അത് 70,000 കിലോമീറ്റർ, അത് 80,000 കിലോമീറ്റർ. രണ്ട് വണ്ടിക്കും 29 വരെ പേപ്പറും ഉണ്ട്. രണ്ട് വണ്ടി നമുക്കൊരു 1.25 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. ഇത്രയും വർഷമാണെങ്കിലും പെയിൻറ്റ് മങ്ങിയതായിട്ട് വണ്ടി പക്കയല്ലേ, പൊളിച്ച് വണ്ടിയല്ലേ. അതുപോലെ തന്നെ 2014 മോഡൽ ഓൾട്ടോ 800 74,000 കിലോമീറ്റർ കൂടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓൾട്ടോ 800 2014 മോഡൽ. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. 2014 മോഡൽ ഓൾട്ടോ 800 LX. അത്യാവശ്യം സീറ്റ് കവറും ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം വണ്ടിക്ക് അതിലുണ്ട്. ആക്സിഡൻ്റ് ഒന്നുമില്ല. നമുക്ക് വണ്ടിയുടെ കളർ ബ്ലാക്കും റെഡും ചേർന്നുള്ള സീറ്റ് കവർ കാര്യങ്ങൾ, പിന്നെ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് തരുന്നുണ്ട്. വണ്ടിക്കകം കാണാനും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. നല്ല നീറ്റ് വണ്ടി, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, വേറെ കുഴപ്പമില്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2.15 നമുക്ക് കൊടുക്കാം. 2.15. 2,15,000 രൂപയ്ക്ക് 2014 മോഡൽ ഓൾട്ടോ 800. ഇത് എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? നമുക്ക് ഫുള്ള് ലോൺ കൊടുക്കാം. കസ്റ്റമറുടെ സിവിലും കാര്യങ്ങളും പക്കയാണെങ്കിൽ ഫുള്ള് ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഈ സിവില് കറക്റ്റ് ആണെങ്കിൽ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞാൽ ഗൂഗിൾ പേക്കകത്ത് നോക്കി അറിയാൻ പറ്റും. എത്രയാണ് നിങ്ങൾ ഈ കറക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? നമുക്കൊരു 720 പ്ലസ് 720 പ്ലസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുക്കാം, ചെയ്യാൻ പറ്റും. 2017 മോഡൽ ഓൾട്ടോ 800 LX വണ്ടി വെറും 31,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 2017 മോഡൽ വണ്ടി. 4 പുത്തൻ ടയർ. അത് ടയറും കാര്യം ഓൾമോസ്റ്റ് 4 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. ഇവിടെ മാറിയാണോ അതോ? അല്ല, നമ്മൾ വണ്ടിക്ക് മാറി വന്നതാണ്. പിന്നെ സീറ്റ് കവർ ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ എല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. 2017 മോഡൽ ഓൾട്ടോ 800 LX വണ്ടി. ഓക്കെ, ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയർ 4 ടയർ പുത്തൻ ടയറാണ്. ഈ ബ്ലാക്ക് പ്രത്യേകം അടിച്ചല്ലേ? പ്രത്യേകം സ്റ്റിക്കർ ഒട്ടിച്ചേക്കണം. സ്റ്റിക്കറാണ്. ഓക്കെ, എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് 2.80 നമുക്ക് കൊടുക്കാം.
2,80,000. 2017 മോഡൽ ഓൾട്ടോ ഓണർ LXi 31,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് കേസ് റീപ്ലേസ് ഒന്നുമില്ല, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും വണ്ടിക്കില്ല, നീറ്റ് വണ്ടി. 2014 മോഡൽ ഇയോൺ എറ പ്ലസ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. 2014 മോഡൽ ഇയോൺ എറ പ്ലസ് വണ്ടി, വെറും 60,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 60,294 കിലോമീറ്റർ. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് കേട്ടുണ്ട്. 2014 മോഡൽ ഇയോൺ ഇറ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുമല്ല ഡോറ് സാധാരണ ഷോപ്പുകളിൽ പോകുമ്പോൾ ഉള്ള ഇയോണിൻ്റെ ഡോറിൻ്റെ ഒരു അടയ്ക്കുന്ന സൗണ്ടിന് വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി കൊള്ളാം. കൊള്ളല്ല വണ്ടി. 2014 മോഡൽ. നമുക്കതൊരു 190 നമുക്ക് കൊടുക്കാം. 190 കൊടുക്കാം. അത് ഇത്തിരി കൂടി പോയില്ലോ. 2014 മോഡൽ ഇച്ചിരി കൂടി ഒന്ന് വില. 14 മോഡൽ ഇയോൺ 190 വിത്ത് ആസ്കിങ് റേറ്റ്. 2014 ഇയോൺ 190 നമുക്ക് കൊടുക്കാം. ഈ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുമല്ലോ? സ്ക്രാച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. എവിടെ സ്ക്രാച്ച് എവിടെ ഉണ്ട്? 1-2 സ്ഥലങ്ങളിൽ. ബമ്പർ കോണടിയില്ല, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലുണ്ട്, നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. കസ്റ്റമർ റേറ്റ് നമ്മളൊക്കെ സെറ്റ് ആവുന്നത് നമുക്ക് സ്ക്രാച്ചിങ് കളർ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്കൊരു 1.5, 1.25 ആ റേഞ്ചിൽ വണ്ടിക്ക് ലോണ് കിട്ടും. അടുത്തുണ്ട് വീണ്ടും ഓൾട്ടോ കേട്ടൺ 1000cc വണ്ടി. 2013 മോഡൽ ഓൾട്ടോ കേട്ടൺ VXi വണ്ടി. കിലോമീറ്റർ വെറും 34,000 കിലോമീറ്റർ. ടയർ ഫസ്റ്റ് ടയറാണ് ഓടുന്നത്. ഈ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇത്രയും വർഷമായിട്ട് ഇത്ര ഓടിയോളൂ? അല്ലെങ്കിൽ വണ്ടിയുടെ കണ്ടീഷൻ നീറ്റ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? വണ്ടിയുടെ ഇന്റീരിയറും പുറവാങ്ങാണ്ട് എന്തോ തോന്നുന്നു? ഇല്ല അതൊക്കെ അല്ലെങ്കിൽ പറയുന്നത് ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ അല്ലേ, വെറുതെ നമ്മൾ തിരുപ്പം മറക്കുന്നു. 2013 വണ്ടി. ഞാൻ പറഞ്ഞു നമുക്ക് തിരിക്കാനും മറിക്കാനും എന്തിനും ഇത്രയും കഷ്ടപ്പെടുത്തിരിക്കുന്നത്? അങ്ങ് വണ്ടിയുടെ റേറ്റ് കുറച്ചും എടുത്താൽ പോരെ നമുക്ക്. 2013 വണ്ടി, വെറും 34,000 കിലോമീറ്റർ. എവിടെയും തെളിയിച്ചു തരാം. ബാക്ക് സൈഡൊക്കെ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യമൊന്നുമില്ല. അത്യാവശ്യം റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത വണ്ടി നീറ്റാക്കി ഇട്ടിരിക്കുകയാണ്. ബമ്പർ കോണ്ടൊക്കെ റീപെയിൻ ഇതെല്ലാം നമ്മൾ റീപെയിൻറ്റ് ചെയ്ത്, സ്ക്രാച്ചിങ് അതെല്ലാം നമ്മൾ റീപെയിൻറ്റ് ചെയ്താണ്. 2013 മോഡൽ വണ്ടി, 34,000 കിലോമീറ്റർ. ഫസ്റ്റ് ടയർ തന്നെ കിടക്കണം. ഫസ്റ്റ് ടയർ കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,20,000 കൊടുക്കാം. 2,20,000 കൊടുക്കാം. നമുക്കൊരു 1.45, 1.80 വണ്ടിക്ക് ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക്. അതൊരു 10, 20, 30 ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് വണ്ടി സ്പോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി ബഡ്ജറ്റ് വണ്ടി തീർന്ന്. ഓക്കെ. അടുത്താണ് നമുക്കൊരു ഇഗ്നിസ് നോക്കാം. 2023 മോഡൽ ഇഗ്നിസ് സിഗ്മ വേരിയൻറ്റ്. കുറച്ച് കൂടിയ വണ്ടികളിലോട്ട് പോവുകയാണല്ലേ? ചെറിയ വണ്ടികൾ വെറും 20,000 കിലോമീറ്റർ. 2020 മോഡൽ ഇഗ്നിസ് സിഗ്മ ബേസ് മോഡൽ. സ്റ്റീരിയോ ബോക്സിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. അതുകൂടെ എക്സൽസ് ആയിട്ട് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റും ഒന്നും വണ്ടിക്കകത്തില്ല. 2023 മോഡൽ ഇഗ്നിസ് സിഗ്മ വേരിയൻറ്റ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5,60,000 നമുക്ക് കൊടുക്കാം. 5,60,000 വണ്ടി നമുക്ക് കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. 2023 ഇഗ്നിസ് സിഗ്മ വേരിയൻറ്റ്. ടയേഴ്സൊക്കെ ഫസ്റ്റ് ടയർ 20,000 കിലോമീറ്റർ കൂടി ടയർ മാത്രം. 2018 മോഡൽ വാഗണർ VXi വണ്ടി, 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ജെന്യൂൻ കിലോമീറ്റർ. 2018 മോഡൽ VXi വണ്ടിയാണ്. ഫ്രണ്ട് ടയർ മാറിയിട്ടുണ്ട്. അതെ. ബാക്ക് ടയർ അത്യാവശ്യം ടയർ ബാക്കിലും ഉണ്ട്. ഫസ്റ്റ് ടയറാണ് ബാക്ക് ടയർ? അല്ലല്ല, 60,000 കിലോമീറ്റർ ഒന്നും ഒരു ടയർ കൊടുത്തില്ല. 2018 മോഡൽ വണ്ടി VXi വേരിയൻറ്റ്. കൊള്ളാം, കുഴപ്പമില്ല. വലിയ ബാച്ച് വർക്കൊന്നും കാണുന്നില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസും കാര്യങ്ങളും അങ്ങനെ വണ്ടിക്കകത്തില്ല. ഫ്രണ്ട് ബമ്പർ അങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ആക്സിഡൻറ്റ് ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട്. അല്ലാതെ ബോണറ്റോ ഗ്ലാസോ ഒന്നും വണ്ടിയുടെ മാറിയിട്ടില്ല. എത്ര ചോദ്യം? എത്രയാ ഇത്? നമുക്കൊരു 3,85 നമുക്ക് കൊടുക്കാം. 3,85,000 കൊടുക്കാം വണ്ടി. 3,85,000. എന്തെങ്കിലും കൂടി കുറയുമോ? എന്തെങ്കിലും ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല, അതിന് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അടുത്താണ്ടൊരു ബെലാനോ 2021 മോഡൽ ബെലാനോ സിഗ്മ വേരിയൻറ്റ്. വെറും 20,000 കിലോമീറ്റർ മാത്രം ഓടിയുടെ 2021 ബെലാനോ സിഗ്മ വേരിയൻറ്റ്. സെൻട്രൽ ലോക്ക്, ഇൻബിൾട്ട് സ്റ്റീരിയോ, ഇൻബിൾട്ടല്ല ആൻഡ്രോയിഡ് സ്റ്റീരിയോ, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ എല്ലാം വണ്ടിക്കകത്ത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്ത് സിഗ്മയ്ക്ക് അതൊന്നും വരത്തില്ല. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ അല്ലാതെ സീറ്റ് ഓവർ ഫോർമാറ്റ് അങ്ങനെ അല്ലാതെ എക്സസറീസ് എല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടയർ തന്നെയാണ്, പെട്രോളാണ്. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ഇത് നമുക്കൊരു 5,80 റേഞ്ച് കൊടുക്കാം. 5,80. 2021 മോഡൽ ബെലാനോ, 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കാരണം എല്ലാം വരുന്ന വണ്ടി. 6 മാസമാണ് വാറണ്ടി? 1 ഇയർ വാറണ്ടി. അടുത്തതാണ് ഒരു കിഡ്
2017 മോഡൽ RXT വേരിയൻറ്റ്. 2017 മോഡൽ കിഡ് RXT സിംഗിൾ ഓണർഷിപ്പ്, വെറും 35,000 കിലോമീറ്റർ വണ്ടി. ഫസ്റ്റ് ടയേഴ്സ്, ഫസ്റ്റ് ടയർ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടിക്കൊന്നുമില്ല. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് തന്നെ ഉള്ളൂ. അതിൽ ഇമ്പിൾട്ടഡ് വരുന്നതാണ്, അതല്ല കമ്പനി ഇമ്പിൾട്ട് വരുന്ന സാധനമാണ്. 2017 മോഡൽ കിഡ് RXT വണ്ടി. RXT അല്ല RXL. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് പോകുന്നുണ്ട്. ഇതെന്താണ് അതിൻ്റെ മണ്ടയിൽ? ഇത് ഷേപ്പാണ്, ചളങ്ങിയതൊന്നുമില്ല. കിഡിൻ്റെ ഷേപ്പാണ് അതൊക്കെ. ഓക്കെ, വണ്ടി ഓവറോൾ കൊള്ളാം. ഇവിടെ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്, റീപെയിൻറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2,55 കൊടുക്കാം. 2,55,000 കൊടുക്കാം വണ്ടി. ഒരു ഓൾട്ടോയുടെ മൈലേജ് ഒക്കെ കിട്ടും. ഒരു ഓൾട്ടോയുടെ സെയിം മൈലേജ് തന്നെ, 18-20 മൈലേജ് വണ്ടി കിട്ടും. അടുത്താണ് ഒരു 7 സീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. 2020 മോഡൽ എർട്ടിഗ 7 സീറ്റർ ഓട്ടോമാറ്റിക്, വെറും 29,000 കിലോമീറ്റർ ഓടി വണ്ടി. ക്ലീൻ പീസ് വണ്ടി. 2000 കിലോമീറ്റർ ആണ്, ജെന്യൂൻ കിലോമീറ്റർ. എഞ്ചിനും ഗിയർ ബോക്സിനും നമുക്ക് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. കറക്റ്റ് കിലോമീറ്റർ ആണെങ്കിൽ 29,610 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിലുള്ളതല്ലേ? അതൊക്കെ എക്സ്ട്രാ ഗേറ്റ് അതിനകത്ത്. എക്സ്ട്രാ ഗേറ്റ്. ഫോർഡോ പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം. VX ആണ്. 2020 മോഡൽ എർട്ടിഗ VXi ഓട്ടോമാറ്റിക് ഒന്ന് കാണിച്ചു കൊടുത്തരാം. AMT അല്ല, AT ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടി. ഇവിടെ ഓട്ടോമാറ്റിക് ഗിയർ കാണിച്ചു കൊടുത്തേ. ഓക്കെ, അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ നോക്കിയാൽ നല്ല 7 സീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. അത് കൊള്ളാം. വണ്ടിക്ക് അകമൊന്നും കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ പോകുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 9,70,000 കൊടുക്കാം. 9,70,000 കൊടുക്കാം. 9,70,000. പെട്രോളാ ഡീസലാ? പെട്രോൾ വേണ്ടി. ഇതിൽ 4 ഇരട്ടി കിടപ്പുണ്ട്. ഇത് 4 മാനുവലാണ്, ഇതൊരു ഓട്ടോമാറ്റിക്. 4 പെട്രോൾ വേരിയൻ്റാണ്. 2018, 19, 24, 20 ഇത്ര ഇരട്ടി നമ്മുടെ കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക് ഒരെണ്ണം കിടപ്പുള്ളൂ, ബാക്കി 3 മാനുവലും കിടപ്പുണ്ട് നമ്മുടെ കയ്യിൽ. ഡിക്സൺ പറഞ്ഞ ബാക്കി 3 വണ്ടികൾ ഇതൊക്കെയാണ്, ഈ കിടക്കുന്ന മോഡൽസാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വീഡിയോകളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറുതും വലുതുമായ വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ വണ്ടികൾ വന്ന് കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ഏകദേശം ഇൻഡസിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാന്യമായ വിലയായിരുന്നു. ചില വണ്ടികൾക്ക് ഒരല്പച്ച് കൂടിയിട്ടുണ്ട്, അത് ബാർഗൈൻ ചെയ്ത് വരുമ്പോൾ മാറുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.